വർദ്ധിപ്പിക്കുന്നതിന് ഏതൊരു അച്ചാർ ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും MEL&MEL കിച്ചൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അച്ചാർ റെസിപ്പിയുമായിട്ടാണ്. വെളുത്തുള്ളി അച്ചാർ. ഒരു 250 ഗ്രാം വെളുത്തുള്ളിയുടെ അച്ചാറാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഈ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു സോസ്പാനിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അച്ചാർ കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഉത്തമം. ഇനി ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കഷണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി ഒരു 15 സെക്കൻഡ് ഇളക്കുക. അതിനുശേഷം 2 വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു 15 സെക്കൻഡ് കൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ തൊണ്ട് കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, വെളുത്തുള്ളി വലുതാണെങ്കിൽ നടുവേ ഒന്നുകൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി എരിവ് വേണ്ടവർക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയുമായി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിന് ശേഷം അച്ചാറിന് നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവാപ്പൊടി തയ്യാറാക്കാൻ എണ്ണയൊന്നും ഒഴിക്കാതെ ഒരു പാനിൽ അല്പം ഉലുവ ചേർത്ത് കളർ മാറുന്നത് വരെ ചൂടാക്കിയതിനു ശേഷം പൊടിച്ചെടുത്തതാണ്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിനും ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനും വേണ്ടി അല്പം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടോ, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമായ ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്താലും മതി, കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാർ തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ അച്ചാർ. കണ്ടോ? ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അച്ചാറിന് പുളി കൂടുതലായിരിക്കും, പേടിക്കേണ്ട. അത് തണുത്ത് കഴിയുമ്പോൾ പുളിയൊക്കെ ബാലൻസ് ആയിക്കൊള്ളും. ഇതാ ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏതൊരു അച്ചാർ ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറയാം. 1. അച്ചാർ ഉണ്ടാക്കി നന്നായി തണുത്തതിന് ശേഷം മാത്രം, അതായത് 2-3 മണിക്കൂറിന് ശേഷം മാത്രം നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുക. 2. നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. പറ്റുമെങ്കിൽ 2-3 മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. 3. അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിലും വെള്ളത്തിൻ്റെ അംശം അല്പം പോലും ഉണ്ടാകാൻ പാടില്ല. 4. അച്ചാർ കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ട്. അച്ചാർ ഉണ്ടാക്കി 2 ദിവസം വെളിയിൽ വെച്ച് ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 5. അച്ചാറിന്റെ യഥാർത്ഥ രുചി ലഭിക്കുന്നതിന് വേണ്ടി അച്ചാർ ഉണ്ടാക്കി 2 ദിവസത്തിന് ശേഷം മാത്രം ഉപയോഗിച്ചു തുടങ്ങുക. 6. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, അച്ചാർ കൂടുതൽ കാലം കേടാകാതിരിക്കാൻ നല്ലെണ്ണ ഉപയോഗിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വെളുത്തുള്ളി അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.